അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ചാനലിൻ്റെ ആവശ്യകതയെക്കുറിച്ചും എന്താണ് ഞങ്ങൾ ലക്ഷ്യമാക്കുന്നത് എന്നുകൂടി പറയാം. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനിൻ്റെ അറിവുകൾ പഠിച്ച് മനസ്സിലാക്കുകയും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നതും ഇസ്ലാമിലെ ഏറ്റവും പുണ്യമുള്ള ഇബാദത്താണ്. ഒരാൾ ഒരു മതം അറിവ് പഠിച്ചു കഴിഞ്ഞാൽ അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കണം എന്ന് നമ്മെ ഉത്ബോധിപ്പിക്കുന്ന നിരവധിയായ ഹദീസുകളുണ്ട്. ആയതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പണ്ട് കാലങ്ങളിലൊക്കെ നമുക്ക് മതപരമായ അറിവ് പഠിക്കാൻ ഒരുപാട് അവസരങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഈ കാലഘട്ടത്തിൽ ഒരുപാട് പരിമിതികൾ നമ്മുടെ മതപരമായ വയല് പോലെയുള്ളവ കേൾക്കുന്നതിന് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഒരു മതവിജ്ഞാന വേദി എന്ന നിലയിലാണ് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ആർക്ക് കിട്ടിയാലും അവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും നിങ്ങൾക്ക് അറിയാനുള്ള അറിവുകൾ വല്ലതുമുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക മുതലായവ ചെയ്താൽ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ കഴിയും എന്ന മുഖവുരയോടെ കൂടെയാണ് ഞങ്ങൾ വീഡിയോയിലേക്ക് കടക്കുന്നത്. ഈ വീഡിയോ ശ്രദ്ധിച്ച് കേൾക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നു, നിങ്ങളിൽ നിന്നുള്ള വിശ്വാസികളെയും അറിവ് ലഭിച്ചവരെയും ഉയർന്ന പദവികളിൽ അള്ളാഹു എത്തിക്കുന്നതാണ്. അതായത് വിശ്വാസികളിൽ നിന്നുള്ള ആലിമീങ്ങൾക്ക് ചില പ്രത്യേക പദവികൾ ലഭിക്കും. ഖുർആൻ ചോദിക്കുന്നു, അറിവുള്ളവരും അറിവില്ലാത്തവരും തുല്യരാകുമോ എന്ന്. ഇല്ല, ഒരിക്കലും തുല്യരാകുകയില്ല. ഇബ്നു അബ്ദുൽ ബർ റിപ്പോർട്ട് ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ഉത്ലുബിൽ ഇൽമ വലൗ ബിസ്സീൻ. ചൈനയിൽ ചെന്നാണെങ്കിലും നിങ്ങൾ അറിവ് പഠിക്കണം. അക്കാലത്ത് ചൈന എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ദൂരമുള്ള ഒരു പ്രദേശമായിരുന്നു. അതുകൊണ്ടാകണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൈനയിൽ ചെന്നെങ്കിലും അറിവ് പഠിക്കാൻ നിർദ്ദേശം നൽകിയത്. അറിവ് പഠിക്കുക എന്നത് ഓരോ മുസ്ലിം സ്ത്രീ പുരുഷന്മാർക്കും കടമയാണ്. അറിവ് പഠിക്കാൻ വേണ്ടി പോകുന്നവർക്ക് മലക്കുകൾ ചിറക് താഴ്ത്തി കൊടുക്കും. അവരന്വേഷിക്കുന്നതിനോടുള്ള സ്നേഹത്താൽ. അതുപോലെ വിജ്ഞാനികൾക്ക് ആകാശഭൂമിയിലുള്ളവയെല്ലാം മാപ്പിന് അപേക്ഷിക്കും. വെള്ളത്തിനടിയിൽ കിടക്കുന്ന മത്സ്യങ്ങൾ പോലും. ദൈലമി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് ഇങ്ങനെയാണ്, 1 മണിക്കൂർ നേരം അറിവ് പഠിക്കുന്നത് ഒരു രാത്രി മുഴുവൻ നിന്ന് നിസ്കരിക്കുന്നതിനേക്കാൾ ഉത്തമമാണ്. ഒരു ദിവസം മുഴുവൻ അറിവ് പഠിക്കുക എന്നത് 3 മാസം തുടർച്ചയായി നോമ്പനുഷ്ഠിക്കുന്നതിനേക്കാൾ ഉത്തമമാണ്. തുർമുദി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് ഇങ്ങനെയാണ്, വല്ലവനും അറിവ് പഠിച്ചാൽ അത് അയാളുടെ കഴിഞ്ഞുപോയ ജീവിതത്തിലെ കുറ്റങ്ങൾക്കെല്ലാം പ്രായശ്ചിത്തമാകും. ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഷിറാസി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് ഇങ്ങനെയാണ്, ഒരു അറിവ് പഠിക്കാൻ വേണ്ടി വല്ലവനും നീങ്ങിയാൽ അയാൾ 1ാമത്തെ കാലടി വെക്കുന്നതിന് മുമ്പ് അയാളുടെ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള മറ്റൊരു റിപ്പോർട്ട് ഇങ്ങനെയാണ്, സമ്പത്ത്, രാജാധികാരം, വിജ്ഞാനം ഇവ 3ൽ ഏത് വേണമെന്നെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കാൻ അള്ളാഹു സുലൈമാൻ നബിയോട് അരുൾ ചെയ്തു. സുലൈമാൻ നബി തിരഞ്ഞെടുത്തത് വിജ്ഞാനമാണ്. അത് കാരണം അവ 3ഉം അദ്ദേഹത്തിന് കിട്ടി. അതായത് സമ്പത്ത് കിട്ടി, രാജാധികാരം കിട്ടി, അറിവും കിട്ടി. അബൂ ഉമാമ റളിയല്ലാഹു അൻഹുവിൽ നിന്ന്
തൊബറാനി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് ഇങ്ങനെയാണ്: വല്ലവനും വിജ്ഞാനത്തിലും ഇബാദത്തിലുമായി വളർന്നാൽ ഖിയാമത്ത് നാളിൽ അയാൾക്ക് അള്ളാഹു 72 സത്യവാന്മാരുടെ മഹത്വം നൽകുന്നതാണ്. അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇബ്നു നജ്ജാർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് ഇങ്ങനെ: വിജ്ഞാനികൾ അല്ലെങ്കിൽ പണ്ഡിതന്മാർ പ്രവാചകന്മാരുടെ അനന്തരാവകാശികളാണ്. ആകാശത്തുള്ളവരൊക്കെ അയാളെ സ്നേഹിക്കും. മരിച്ചാൽ കടലിലുള്ള മീനുകളെല്ലാം അയാൾക്ക് മാപ്പിന് അപേക്ഷിക്കും. ഖിയാമത്ത് നാൾ വരെ ഇത് തുടരും. മുആവിയ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു: വല്ലവനെ കൊണ്ടും അള്ളാഹു നന്മ ഉദ്ദേശിച്ചാൽ അവനെ അള്ളാഹു മതപണ്ഡിതനാക്കും. ബൈഹഖിയുടെ റിപ്പോർട്ടിൽ അയാൾക്ക് നേർവഴി തോന്നിക്കും എന്നുകൂടിയുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള മറ്റൊരു ഹദീസ് ഇങ്ങനെയാണ്: അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുന്നതിൽ വെച്ച് ഏറ്റവും മഹത്തരമാണ് മതവിജ്ഞാനം കൊണ്ടുള്ള ഇബാദത്ത്. ഒരു മതപണ്ഡിതൻ പിശാചിന് 1000 ഇബാദത്ത് ചെയ്യുന്നവരെക്കാൾ തലവേദനയുണ്ടാക്കും. എല്ലാത്തിനും തൂണ് വേണം. ഈ മതത്തിൻ്റെ തൂൺ വിജ്ഞാനമാണ്. മുഹമ്മദ് അലിയിൽ നിന്നും ഇബ്നു നജ്ജാർ റിപ്പോർട്ട് ചെയ്യുന്നൊരു ഹദീസ് ഇങ്ങനെ: പണ്ഡിതൻ്റെ 2 റക്അത്ത് നിസ്കാരം പാമരൻ്റെ 70 റക്അത്തിനേക്കാൾ ഉത്തമമാണ്. അബൂ ഹുറൈറയിൽ നിന്ന് വരുന്ന മറ്റൊരു ഹദീസ് ഇങ്ങനെയാണ്: എൻ്റെ സമുദായത്തിൽ ഏറ്റവും ഉന്നതർ പണ്ഡിതന്മാരാണ്. പണ്ഡിതരിൽ വെച്ച് ഉന്നതർ ദയാലുക്കളാണ്. ഓർക്കുക, പാമരന്മാർക്ക് ഒരു പാപം പൊറുക്കുന്നതിന് മുമ്പ് പണ്ഡിതർക്ക് അള്ളാഹു 40 പാപം പൊറുത്തു കൊടുക്കും. ദയാലുവായ പണ്ഡിതൻ ഖിയാമത്ത് നാളിൽ വരിക ഒരു പ്രകാശവുമായാണ്. തിളങ്ങുന്ന നക്ഷത്രം പോലെ ആ തേജസ് പശ്ചിമ പൂർവ ചക്രവാളങ്ങൾക്കിടയിൽ തിളങ്ങും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ദൈലമി റിപ്പോർട്ട് ചെയ്യുന്നു: ഒരു പണ്ഡിതൻ മരിച്ചാൽ അയാളുടെ വിജ്ഞാനത്തിന് അള്ളാഹു സ്ഥൂല രൂപം നൽകും. ഖബറിൽ ചെന്ന് അത് അയാളെ സന്തോഷിപ്പിക്കുകയും പ്രാണികളിൽ നിന്ന് അയാളെ തടുക്കുകയും ചെയ്യും. ഖിയാമത്ത് നാൾ വരെ ഇത് തുടരും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് മറ്റൊരു ഹദീസ് ഇങ്ങനെയാണ്: പണ്ഡിതനും ഒരു ആബിദും സിറാത്തുൽ മുസ്തഖീമിൽ എത്തിയാൽ അള്ളാഹു ആബിദിനോട് പറയും, നീ സ്വർഗത്തിൽ ചെന്ന് സുഖിക്കുക എന്ന്. പണ്ഡിതനോട് പറയുന്നത്, നീ അവിടെ തന്നെ നിൽക്ക്, എന്നിട്ട് നിനക്ക് ഇഷ്ടമുള്ളവർക്കെല്ലാം ശുപാർശ ചെയ്യൂ. നീ ശുപാർശ ചെയ്യുന്ന ഒന്നും തന്നെ സ്വീകരിക്കാതിരിക്കുകയില്ല. അങ്ങനെ ആ പണ്ഡിതൻ പ്രവാചകന്മാരുടെ പദവിയിലെത്തും. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഖത്തീബ് റിപ്പോർട്ട് ചെയ്യുന്നു: ഖിയാമത്ത് നാളിൽ ആദ്യം ശുപാർശ ചെയ്യുക പ്രവാചകന്മാരാണ്, പിന്നെ ശുഹദാക്കളും, പിന്നെ പണ്ഡിതന്മാരുമാണ്. അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഒരു റിപ്പോർട്ട് ഇങ്ങനെ: വിജ്ഞാനിയും അല്ലാത്തവരും തമ്മിലുള്ള വ്യത്യാസം പ്രവാചകനും സമുദായവും തമ്മിലുള്ള വ്യത്യാസമാണ്. ജാബിർ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള മറ്റൊരു റിപ്പോർട്ട് വരുന്നു: വിജ്ഞാനികളെ ആദരിക്കുക, അവർ പ്രവാചകന്മാരുടെ അനന്തരാവകാശികളാണ്. വല്ലവരും അവരെ ആദരിച്ചാൽ അള്ളാഹുവിനെയും റസൂലിനെയുമാണ് അവർ ആദരിക്കുന്നത്. അബൂ സഈദ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള മറ്റൊരു റിപ്പോർട്ട്: അള്ളാഹുവിൻ്റെ വേദത്തിൽ നിന്ന് ഒരു സൂക്തമോ അറിവിൻ്റെ ഒരു അധ്യായമോ ഒരാൾ മറ്റൊരാൾക്ക് പഠിപ്പിച്ചാൽ അയാൾക്ക് അള്ളാഹു ഖിയാമം വരെയുള്ള പ്രതിഫലം പൂർത്തിയാക്കി കൊടുക്കും. മുആദ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള മറ്റൊരു ഹദീസ്: വല്ലവനും അറിവ് പഠിപ്പിച്ചു കൊടുത്താൽ അതുകൊണ്ട് കർമ്മം ചെയ്യുന്നവരുടെ പ്രതിഫലമെല്ലാം ഇയാൾക്കുമുണ്ട്, അവർക്കത് മൂലം പ്രതിഫലമൊന്നും കുറയുന്നതുമല്ല. മുആദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു: നിന്നെ കൊണ്ട് അള്ളാഹു ഒരു വ്യക്തിക്ക് മാർഗദർശനം നൽകിയാൽ നിനക്കത് ദുനിയാവിനേക്കാളും അതിലുള്ളവയേക്കാളുമെല്ലാം ഉത്തമമായിരിക്കും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള മറ്റൊരു റിപ്പോർട്ട്: രാവിലെയും വൈകുന്നേരവും അറിവ് നേടാൻ പള്ളിയിലേക്കോ അല്ലെങ്കിൽ അറിവ് പഠിപ്പിക്കുന്നിടത്തേക്കോ പോകൽ അള്ളാഹുവിങ്കൽ കൂടുതൽ പുണ്യകരമാണ്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണത്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വരുന്ന മറ്റൊരു ഹദീസ്: വല്ലവനും
തനിക്ക് അള്ളാഹു നൽകിയ വിജ്ഞാനം പൂഴ്ത്തിവെച്ചാൽ അയാൾക്ക് അള്ളാഹു ഖിയാമത്ത് നാളിൽ നരകത്തിൻ്റെതായ ഒരു കടിഞ്ഞാണിടും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് മറ്റൊരു റിപ്പോർട്ട്, അള്ളാഹുവിൻ്റെ തൃപ്തി മാത്രം ലക്ഷ്യം വെച്ച് പഠിക്കേണ്ട വിജ്ഞാനം വല്ലവനും ഭൗതിക കാര്യം ലക്ഷ്യം വെച്ച് പഠിച്ചാൽ അള്ളാഹു അയാൾക്ക് സ്വർഗത്തിൻ്റെ നറുമണം പോലും കേൾപ്പിക്കുകയില്ല. ഇബ്നു മാജ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹദീസ്, വല്ലവനും പണ്ഡിതന്മാരുമായി പൊങ്ങച്ചം കാണിക്കാനോ പാമരന്മാരുമായി തർക്കിക്കാനോ ജനശ്രദ്ധ തന്നിലേക്ക് തിരിക്കാനോ വേണ്ടി അറിവ് പഠിച്ചാൽ അയാളെ അള്ളാഹു നരകത്തിൽ ചാടിക്കും. ദൈലമി റിപ്പോർട്ട് ചെയ്യുന്നു, വല്ലവനും അറിവ് വർദ്ധിച്ചു പക്ഷേ സന്മാർഗം വർദ്ധിച്ചില്ല എങ്കിൽ അള്ളാഹുവിങ്കിൽ അയാൾക്ക് അകൽച്ചയല്ലാതെ വർദ്ധിക്കയില്ല. മറ്റൊരു റിപ്പോർട്ട് ഇങ്ങനെയാണ്, അള്ളാഹുവിൻ്റെ കോപമല്ലാതെ ഏറുകയില്ല. ഹസൻ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് മറ്റൊരു ഹദീസ്, ഏതൊരാൾ പ്രസംഗം ചെയ്താലും ആ പ്രസംഗം കൊണ്ട് അയാൾക്കുള്ള ഉദ്ദേശ്യത്തെ പറ്റി ഖിയാമത്ത് നാളിൽ അള്ളാഹു അയാളെ ചോദ്യം ചെയ്യാതിരിക്കുകയില്ല. മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു എപ്പോൾ പ്രസംഗിച്ചാലും കരഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാറുണ്ടായിരുന്നു, ഞാനിങ്ങനെ ഉപദേശിക്കുമ്പോൾ എൻ്റെ കണ്ണ് കുളിർക്കുന്നുവെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നുവോ? ഈ ഉപദേശം കൊണ്ട് എൻ്റെ ഉദ്ദേശം എന്തെന്ന് അള്ളാഹു ഖിയാമത്ത് നാളിൽ എന്നോട് ചോദിക്കുമെന്ന് എനിക്കറിയാം. ഞാൻ അപ്പോൾ മറുപടി കൊടുക്കും, അള്ളാഹുവേ, എൻ്റെ കൽബിന് നീ സാക്ഷിയാണല്ലോ. നിനക്ക് ഇഷ്ടപ്പെട്ടതാണെന്നറിയാതെ ഞാൻ രണ്ടാളുള്ള സദസ്സിനെ ഉപദേശിച്ചിട്ടില്ല. കുത്തുബും നമ്മുടെ ഷെയ്ഖുമായ സൈനുൽ ആബിദീൻ അബൂബക്കർ ബക്കരി റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഇങ്ങനെ ഉപദേശിക്കുന്നു, നീ ആത്മാർത്ഥത പുലർത്തുക, പഠിക്കുന്നതിലും പഠിപ്പിക്കുന്നതിലും നിഷ്കളങ്കത വെച്ച് പുലർത്തുക. നീ പഠിക്കുന്നതിലും പഠിപ്പിക്കുന്നതിലും അള്ളാഹുമായുള്ള അച്ചടക്കം പാലിക്കുക. നിനക്ക് അള്ളാഹു പഠിപ്പിച്ച കാര്യങ്ങൾ മറ്റൊരു വിദ്യാർത്ഥിയെ പഠിപ്പിക്കാൻ നീ പിശുക്ക് കാണിക്കാതിരിക്കുക. അള്ളാഹു തന്നെ കാണുന്നു എന്നറിയുന്നവരുടെ ഭാവമായിരിക്കണം ഇക്കാര്യത്തിൽ നിന്റേത്. വിദ്യ അഭ്യസിക്കുന്നതിലും വിതരണം ചെയ്യുന്നതിലും മറ്റെല്ലാ ഇബാദത്തുകളിലും അള്ളാഹു നമുക്ക് ആത്മാർത്ഥത പ്രദാനം ചെയ്യട്ടെ, നന്മയിൽ പര്യവസാനിക്കട്ടെ. സയ്യിദ് ലിറാർ റളിയല്ലാഹു അൻഹു പറയുന്നു, ചില ആളുകൾ അറിവ് സമ്പാദിക്കൽ വേണ്ടെന്ന് വെച്ച് മിഹ്റാബുകൾ നിർമ്മിച്ച് അവരുടെ തൊലി എല്ലിൽ ഒട്ടുന്നത് വരെ നിസ്കരിക്കുകയും വ്രതമനുഷ്ഠിക്കുകയും ചെയ്തു. ഇവർ അള്ളാഹുവിൻ്റെ എതിര് കാണിച്ച് നശിച്ചു പോയി. ഏകരക്ഷിതാവിനെ തന്നെയാണ് സത്യം. അറിവില്ലാതെ കർമ്മം ചെയ്യുന്നവർ നന്നാക്കി തീർക്കുന്നതിലും അധികം ചീത്തയാക്കുകയല്ലാതെ ചെയ്യില്ല. നാശമാണ് അവരുടെ അവസ്ഥ. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, മാതാപിതാക്കൾ തങ്ങളുടെ മക്കളെ ആദ്യം പഠിപ്പിക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചത് മക്കയിലാണെന്നും വഫാത്തായതും കബറടക്കിയതും മദീനയിലാണെന്നുമാണ്. ഓർക്കുക, മതശാസന ബാധകമായവർക്കെല്ലാം ആദ്യം അനിവാര്യമാകുന്നത് രണ്ട് കലിമകളും അതിൻ്റെ അർത്ഥവും പഠിക്കലും അതിൽ ഉറച്ചു വിശ്വസിക്കലുമാണ്. പിന്നെ പ്രത്യക്ഷമായ തൗഹീദും ദിവ്യ ഗുണങ്ങളും മനസ്സിലാക്കണം. തെളിവനുസരിച്ച് പഠിച്ചു കൊള്ളണമെന്നില്ല. പിന്നെ പഠിക്കേണ്ടത് മതത്തിൻ്റെ കടമകളെ ജീവിതത്തിൽ പകർത്താൻ ആവശ്യമായ കാര്യങ്ങളാണ്. ഉദാഹരണം, നിസ്കാരത്തിൻ്റെ ഫർളുകൾ, നോമ്പിൻ്റെ ഫർളുകൾ, അവയുടെ ഷർത്തുകൾ, ധനമുണ്ടെങ്കിൽ സക്കാത്ത് കൊടുക്കേണ്ട കണക്കുകൾ മുതലായവയാണ്. സക്കാത്ത് വിതരണം ചെയ്യുന്ന ഉദ്യോഗസ്ഥരുണ്ടെങ്കിലും ഇത് പഠിക്കൽ അത്യാവശ്യമാണ്. പിന്നെ താൻ ഇടപെടാൻ ഉദ്ദേശിക്കുന്ന എല്ലാ ഇടപാടുകളെ പറ്റിയും പഠിക്കണം. വാങ്ങലും കൊടുക്കലും അല്ലാത്തതുമായി എല്ലാ ഇടപാടുകളും ഇതിൽ ഉൾപ്പെടും. അതിൻ്റെയൊക്കെ ഫർളുകളും ഷർത്തുകളും പഠിക്കണം. വിശിഷ്യ പലിശ വരാനിടയുള്ള ഇടപാടുകളിൽ പ്രവേശിക്കുന്നവർ അതും പഠിക്കണം. ഭാര്യമാർക്കിടയിൽ ഊഴം പാലിക്കുന്നതിനെക്കുറിച്ച് പഠിക്കണം. അടിമകളോട് പെരുമാറുന്നതിനെക്കുറിച്ചും മനസ്സിനെ ബാധിക്കുന്ന രോഗങ്ങളെക്കുറിച്ചും അതിനുള്ള ഔഷധങ്ങളെക്കുറിച്ചും പഠിക്കൽ അത്യാവശ്യമാണ്. അസൂയ, റിയാ, അഹങ്കാരം പോലെയുള്ളതൊക്കെയാണ് മനസ്സിനെ ബാധിക്കുന്ന രോഗങ്ങൾ. ഖുർആനിലും ഹദീസിലും ഉള്ളതുമൊക്കെ പഠിച്ച് വിശ്വസിക്കലും ഒരു വ്യക്തിയുടെ മേൽ കടമയായ കാര്യമാണ്. അള്ളാഹു നമ്മുടെ ഉപദേശവും ആ ഉപദേശം കേൾക്കലും ഒരു സാലിഹായ അമലാക്കി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. വ ആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.